ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തക്കാളി ഫ്രൈ ആണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തക്കാളി ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തക്കാളി ഫ്രൈ തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഞാനിവിടെ അയണിൻ്റെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ എണ്ണ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നിടം വരെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒത്തിരി അങ്ങ് കളറ് മാറുന്നിടം വരെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയാൽ മതി. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക് 2ആയിട്ട് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു തക്കാളി ഫ്രൈക്കകത്ത് ഈ സവാള ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു മധുരമൊക്കെ വരുമ്പോഴാണ് തക്കാളി ഫ്രൈ നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അത് നമുക്കിനി സവാള ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം എരിവ് കുറച്ച് വേണ്ടവർ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിട വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം തീ കുറച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം തക്കാളി നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നിടം വരെ ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ അകത്ത് വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്, അതിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. അതുപോലെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. ഇനി തക്കാളി ഉടയാതെ കിടക്കുന്നത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് ഡ്രൈ ആകണ്ട. ഇതുപോലൊരു കുഴഞ്ഞു വരുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു തക്കാളി ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്